ഇപ്പോൾ നിങ്ങൾ എവിടെയാണിരിക്കുന്നത്? നിങ്ങൾക്ക് ചുറ്റും ഇരുട്ടാണോ അതോ മങ്ങിയ വെളിച്ചമുണ്ടോ? സമയം എത്രയായി എന്ന് നിങ്ങൾ നോക്കുന്നുണ്ടോ? മുറി നിശബ്ദമാണോ അതോ ദൂരെ എവിടെയോ കാറ്റിന്റെ നേർത്ത ഇരമ്പലുണ്ടോ? നിങ്ങൾ ശ്വാസമെടുക്കുന്നത് പോലും ഒരുപക്ഷെ ഇപ്പോൾ കേൾക്കുന്നുണ്ടാകാം. പക്ഷേ ഈ നിശബ്ദതയുടെ മറവിൽ കാലങ്ങൾക്കപ്പുറം സംഭവിച്ച ഒരു വലിയ യുദ്ധത്തിന്റെ മുഴക്കം ഒരുപക്ഷെ നിങ്ങൾ കേൾക്കാൻ തയ്യാറല്ലായിരിക്കാം. ലോകത്തിന്റെ വലിയ സാമ്രാജ്യങ്ങൾ തകർന്നതിന്റെ ശബ്ദം അത് കേട്ടുതുടങ്ങാൻ ഒരുങ്ങിക്കോളൂ. നിങ്ങളിപ്പോൾ തുറന്നു പിടിച്ചിരിക്കുന്നത് ഒരു ചരിത്രപുസ്തകമല്ല. ഇത് അടക്കം ചെയ്ത രഹസ്യങ്ങളുടെ ഒരു പേടകമാണ്. അധികാരത്തിന്റെ മോഹവും പണത്തിന്റെ ലഹരിയും ഒരു ജനതയെ തന്നെ അടിമത്തത്തിന്റെ കറുത്ത കയറുകളാൽ ബന്ധിച്ച കഥയാണിത്. ഇത് വെറുമൊരു യുദ്ധമല്ല. മയക്കുമരുന്നിന്റെ പുകയും രക്തത്തിന്റെ മണവും തകർന്ന സ്വപ്നങ്ങളും ചേർന്ന ഒരു ഭീകര സത്യമാണ്. ചില കഥകൾ പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് ലോകം പറയുന്നു. എന്നാൽ ചില കഥകൾ കേൾക്കാതിരിക്കാൻ കഴിയാത്തവയാണ്. ഇരുട്ടിന്റെ മറവിൽ ഒളിപ്പിച്ച ആ സത്യം ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ അനാവരണം ചെയ്യപ്പെടുകയാണ്. ഭയമുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ശ്വാസം അടക്കി പിടിച്ചിരിക്കുക. കാരണം നാം ഇപ്പോൾ സഞ്ചരിക്കുന്നത് ചരിത്രത്തിന്റെ ഏറ്റവും ഇരുണ്ട വഴികളിലൂടെയാണ്. നിങ്ങളുടെ മുന്നിൽ ഒരു പഴയ ഡയറി തുറന്നു വച്ചിരിക്കുന്നതുപോലെ സങ്കൽപ്പിക്കുക. അതിലെ ഓരോ താളും സർക്കാർ മറയ്ക്കാൻ ശ്രമിച്ച, അധികാരികൾക്ക് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ചില സത്യങ്ങളെയാണ് വെളിപ്പെടുത്തുന്നത്. ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾ വെറുമൊരു കാഴ്ചക്കാരനായിരിക്കില്ല. ആ ചരിത്രത്തിന്റെ ഭാഗമായി നിങ്ങൾ മാറും. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചരിത്രത്തിന്റെ പുതിയ പാഠങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങൾ നൽകുന്ന ഓരോ പിന്തുണയും ഇത്തരം മറക്കപ്പെട്ട കഥകൾ നിങ്ങളിലേക്കെത്തിക്കാൻ ഞങ്ങൾക്ക് പ്രചോദനമാണ്. ഈ തുടക്കം നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നോ? ഇത് ആ കേഴ്സ്ഡ് ഹിസ്റ്റോറിക്കൽ ഡയറി എന്ന അനുഭവം നൽകുന്നുണ്ടോ? നൂറ്റാണ്ടുകൾക്കപ്പുറം ഈ ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്നായിരുന്നു ചൈന. അതിൻ്റെ മണ്ണിൽ കാൽകുത്തിയ ഏതൊരു സഞ്ചാരിയും അമ്പരന്നു നിന്നുപോകുമായിരുന്നു അവിടുത്തെ സംസ്കാരത്തിൻ്റെ ആഴവും സമ്പത്തിൻ്റെ പരിമയും തത്വചിന്തയുടെ ഗാംഭീര്യവും കണ്ട്. ലോകത്തിൻ്റെ ഹൃദയഭാഗമെന്ന് അവർ സ്വയം വിശ്വസിച്ചു. മിഡിൽ കിങ്ഡം, ലോകത്തിൻ്റെ കേന്ദ്രം. അക്ഷരാർത്ഥത്തിൽ അങ്ങനെയായിരുന്നു അവർക്ക്. പുറം ലോകത്തെക്കുറിച്ച് അവർക്ക് വലിയ ധാരണയോ താൽപ്പര്യവുമുണ്ടായിരുന്നില്ല. സ്വന്തം മതിലുകൾക്കുള്ളിൽ അവരുടെ സംസ്കാരം പൂത്തുലഞ്ഞു നിന്നു. വജ്രങ്ങളും സ്വർണവും പട്ടും ചായപ്പൊടിയും പോർസിലീൻ പാത്രങ്ങളും നിറഞ്ഞ ഒരു അത്ഭുത ലോകം. സിൽക്ക് റോഡിന്റെ നൂലിഴകളിലൂടെ ലോകത്തിന്റെ മുക്കിലും മൂലയിലും അവരുടെ പ്രൗഢിയുടെ കഥകൾ എത്തിച്ചേർന്നു. അവർക്ക് വേണ്ടതെല്ലാം സ്വന്തമായിട്ടുണ്ടായിരുന്നു. സ്വന്തമായി നിർമ്മിക്കുന്ന വസ്തുക്കൾ ലോകത്തിലെ മറ്റെന്തിനേക്കാളും മികച്ചതാണെന്ന് അവർ വിശ്വസിച്ചു. അതൊരഹങ്കാരമായിരുന്നില്ല. അവരുടെ ചരിത്രവും പാരമ്പര്യവും അവർക്ക് നൽകിയ ആത്മവിശ്വാസമായിരുന്നു. മറ്റൊരാളുടെ ഉൽപ്പന്നങ്ങളോ ആശയങ്ങളോ തങ്ങൾക്കാവശ്യമില്ലെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. ഈ സ്വയം പര്യാപ്തത അവർക്ക് പുറം ലോകത്തെക്കുറിച്ച് ഒരുതരം നിസ്സംഗത നൽകി. അന്യദേശക്കാരെ അവർ കണ്ടത് തങ്ങളെക്കാൾ താഴ്ന്നവരായ, തങ്ങളുടെ സംസ്കാരം മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ബാർബേറിയൻസിനാണായിരുന്നു. തങ്ങളുടേതല്ലാത്ത ഒന്നിനെയും അവർക്കാവശ്യമില്ലായിരുന്നു. അവരുടെ സമ്പന്നമായ സംസ്കാരവും ഉൽപ്പന്നങ്ങളും മതിയായിരുന്നു അവർക്ക്. അതേസമയം ഭൂഗോളത്തിന്റെ മറ്റൊരറ്റത്ത് ഒരു ചെറിയ ദ്വീപരാഷ്ട്രം ലോകത്തിന്റെ നെറുകയിലേക്ക് കുതിച്ചു കയറുകയായിരുന്നു. വ്യവസായ വിപ്ലവത്തിന്റെ കനൽ ബ്രിട്ടന്റെ മണ്ണിൽ ആളിക്കത്തി. യന്ത്രങ്ങൾ കറങ്ങാൻ തുടങ്ങി. ഫാക്ടറികൾ പുകഞ്ഞുയർന്നു. പക്ഷേ ഈ വളർച്ചയ്ക്ക് ഇന്ധനം ആവശ്യമായിരുന്നു. പുതിയ വിപണികൾ, അസംസ്കൃത വസ്തുക്കൾ, കൂടുതൽ ലാഭം. അതാണ് ബ്രിട്ടന്റെ മോഹങ്ങളെ ആളിക്കത്തിച്ചത്. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമെന്ന ഖ്യാതിയിലേക്കുള്ള അവരുടെ യാത്രയിൽ ചൈന എന്ന മഹത്തായ സാമ്രാജ്യം ഒരു വലിയ തടസ്സമായി നിന്നു. അവരുടെ കണ്ണുകൾ ചൈനയുടെ മേൽ പതിഞ്ഞു. അവിടുത്തെ പട്ടും ചായപ്പൊടിയും യൂറോപ്പിലെ കൊട്ടാരങ്ങളിൽ ഒരു ഫാഷൻ തരംഗമായി മാറി. പ്രത്യേകിച്ച് ചായ. ഓരോ ബ്രിട്ടീഷ് കുടുംബത്തിലും ചായ ഒരു ഒഴിച്ചുകൂടാനാവാത്ത പാനീയമായി. ചൈനീസ് ചായയില്ലാതെ ബ്രിട്ടൻ ഒരു ദിവസവും ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ചൈനയ്ക്ക് ബ്രിട്ടന്റെ ഉൽപ്പന്നങ്ങളൊന്നും ആവശ്യമില്ലായിരുന്നു. ബ്രിട്ടൻ ചൈനയിലേക്ക് കപ്പലുകൾ നിറയെ സാധനങ്ങളുമായി പോയി. പക്ഷെ തിരിച്ചു വരുമ്പോൾ കപ്പലുകൾ നിറയെ ചായയും പട്ടും മറ്റു വസ്തുക്കളുമായിരുന്നു. ഇതിനു പകരം ചൈന ആവശ്യപ്പെട്ടത് വെള്ളിയായിരുന്നു. ടണ്ണ് കണക്കിന് വെള്ളി ബ്രിട്ടനിൽ നിന്ന് ചൈനയിലേക്ക് ഒഴുകി. ഇത് ബ്രിട്ടീഷ് സാമ്പത്തിക വ്യവസ്ഥയിൽ ഒരു വലിയ വിള്ളൽ വീഴ്ത്തി.
ഈ വ്യാപാര അസന്തുലിതാവസ്ഥ ബ്രിട്ടനെ ഭ്രാന്തനാക്കി. ചൈനയുടെ സമ്പന്നതയിലേക്ക് ഒരു വാതിൽ തുറക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. സ്വന്തം ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ അവർക്കൊരു വഴിയുമില്ലായിരുന്നു. ഇത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അഹങ്കാരത്തിനേറ്റ ഒരടിയായിരുന്നു. ചൈനീസ് ചക്രവർത്തി ക്യുയാൻലോങ് ബ്രിട്ടീഷ് പ്രതിനിധിയായ ലോർഡ് മക്കാട്നിയെ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞ വാക്കുകൾ അന്നത്തെ ചൈനയുടെ മനോഭാവത്തെ വ്യക്തമാക്കുന്നുണ്ട്. ഞങ്ങളുടെ സാമ്രാജ്യത്തിൽ എല്ലാം സമൃദ്ധിയായിട്ടുണ്ട്. പുറത്തുനിന്നുള്ള ഒരു ഉൽപ്പന്നവും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഈ വാക്കുകൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ വളർന്നുവരുന്ന മോഹങ്ങൾക്കു മുന്നിൽ ചൈനയുടെ ഉറച്ച നിലപാടായിരുന്നു. അവർ വാതിലുകൾ കൊട്ടിയടച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യശക്തിയായിരുന്ന ബ്രിട്ടനെ ചൈന ഒരു സാധാരണ കച്ചവടക്കാരൻ പോലെയാണ് കണ്ടത്. ഈ അവഗണന ബ്രിട്ടീഷ് ഭരണകൂടത്തിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഇതൊരു വെറും വ്യാപാര പ്രശ്നമായിരുന്നില്ല. രണ്ട് സംസ്കാരങ്ങളുടെ, രണ്ട് ലോകവീക്ഷണങ്ങളുടെ ഏറ്റുമുട്ടലായിരുന്നു. ചൈന തങ്ങളുടെ മഹത്തായ ഭൂതനാലത്തിൽ അഭിരമിച്ച് പുറംലോകത്തെ തള്ളിപ്പറഞ്ഞപ്പോൾ ബ്രിട്ടൻ ലോകത്തെ മുഴുവൻ തങ്ങളുടെ വരുതിയിലാക്കാൻ വെമ്പൽ കൊള്ളുകയായിരുന്നു. ചൈനീസ് ഭരണകൂടം അത്രയേറെക്കാലം ഭരിച്ചതിൻ്റെ ഒരുതരം ആലസ്യത്തിലായിരുന്നു. അവരുടെ അതിരുകളിലെ ശക്തി ക്ഷയിക്കുന്നത് അവർ ശ്രദ്ധിച്ചില്ല. അഴിമതിയും സ്വജനപക്ഷപാതവും സാമ്രാജ്യത്തിൻ്റെ അടിത്തറയെ പതിയെ കാർന്നു തിന്നുന്നുണ്ടായിരുന്നു. ഈ ഉൾനാടൻ പ്രശ്നങ്ങൾ പുറംലോകത്തൊരു വലിയ കൊടുങ്കാറ്റ് രൂപപ്പെടുന്നുണ്ടെന്ന് തിരിച്ചറിയാൻ അവരെ അനുവദിച്ചില്ല. അവരുടെ ആഡംബരപൂർണമായ കൊട്ടാരങ്ങളും തത്വചിന്തകളും കലാരൂപങ്ങളും അവരൊരുതരം അന്ധതയിലേക്ക് തള്ളിവിട്ടു. ബ്രിട്ടീഷുകാർക്ക് ചൈനയുടെ ഈ മനോഭാവം ദഹിക്കാൻ കഴിഞ്ഞില്ല. തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഒരു വഴി കണ്ടെത്താതെ കപ്പലുകൾ നിറയെ വെള്ളിയുമായി ചൈനയിലേക്ക് പോകുന്നത് അവർക്ക് അപമാനമായി തോന്നി. അവർ ചൈനീസ് വാതിലുകൾ തുറക്കാൻ പുതിയ വഴികൾ തേടി. ആ അന്വേഷണമാണ് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ഒരു അധ്യായത്തിലേക്ക് അവരെ നയിച്ചത്. വെറുമൊരു വ്യാപാര തർക്കം ഒരു മയക്കുമരുന്ന് യുദ്ധത്തിലേക്ക് വഴിവെക്കുമെന്ന് ആരും അന്ന് ചിന്തിച്ചിരുന്നില്ല. ചൈനീസ് സാമ്രാജ്യം തങ്ങളുടെ സുവർണ കാലഘട്ടത്തിൻ്റെ അവസാന ഘട്ടത്തിലായിരുന്നു. മഞ്ചു രാജവംശം, ക്വിങ് രാജവംശമെന്ന പേരിൽ ചൈനയെ ഭരിച്ചിരുന്നെങ്കിലും അവരുടെ അധികാരം പതിയെ ക്ഷയിച്ചുകൊണ്ടിരുന്നു. വലിയൊരു ജനസംഖ്യയെ ഭരിക്കാൻ അവർക്ക് പുതിയ സാങ്കേതിക വിദ്യകളോ കാര്യക്ഷമമായ ഭരണ സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ല. കാലഹരണപ്പെട്ട നിയമങ്ങളും പുതിയ ലോകത്തെക്കുറിച്ചൊരു ധാരണയുമില്ലാത്ത ഭരണാധികാരികളും സാമ്രാജ്യത്തെ പതിയെ പിന്നോട്ടു വലിച്ചു. വടക്കൻ ചൈനയിലെ മഞ്ഞുമൂടിയ പർവ്വതനിരകൾ മുതൽ തെക്കൻ തീരങ്ങളിലെ തിരക്കേറിയ തുറമുഖങ്ങൾ വരെ എല്ലാം സാമ്രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. പക്ഷേ ഈ വിശാലമായ ഭൂപ്രദേശം ഭരിക്കാനുള്ള ശക്തി അവർക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. ഈ സമയത്താണ് ബ്രിട്ടൻ എന്ന പുതിയ ശക്തിയുടെ കടന്നുവരവ്. ചൈനയുടെ സമ്പത്ത് കണ്ട അവർക്ക് ആ രാജ്യത്തിൻ്റെ ദൗർബല്യങ്ങളും മനസ്സിലായി. ചൈനയുടെ സാമ്പത്തിക സ്ഥിതിയെ തകർക്കാനും സ്വന്തം ഉൽപ്പന്നങ്ങൾക്കൊരു വിപണി കണ്ടെത്താനും ബ്രിട്ടൻ നിശ്ചയിച്ചു. അവർക്ക് ചൈനയുടെ പ്രൗഢിയുടെ മുഖമൂടി അഴിച്ചു മാറ്റണമെന്നുണ്ടായിരുന്നു. അതിനായി അവരൊരു പുതിയ ആയുധം കണ്ടെത്തി. ഒരു വെടിമരുന്നോ വാളോ അല്ലാത്ത, മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന ഒരു വിഷം. ആൻഡസിലെ മഞ്ഞുമലകളിൽ തകർന്ന വിമാനം ഒരു ദുരന്തമായിരുന്നെങ്കിൽ ഇവിടെ ബ്രിട്ടൻ ബോധപൂർവം ഒരു ജനതയെ തകർക്കാൻ ഒരുങ്ങുകയായിരുന്നു. ഈ നീക്കം ഒരു സാമ്രാജ്യത്തിൻ്റെ അടിത്തറയെ തകർക്കാനും മറ്റൊന്നിൻ്റെ വളർച്ചയ്ക്കും കാരണമാകുമെന്ന് ആരുമന്ന് ചിന്തിച്ചിരുന്നില്ല. ചൈനയുടെ അഹങ്കാരവും ബ്രിട്ടൻ്റെ അത്യാഗ്രഹവും ഒരു വലിയ ദുരന്തത്തിലേക്ക് വഴിതുരുകയായിരുന്നു. ആ ദുരന്തത്തിൻ്റെ കറുത്ത നിഴൽ പതിയെ ചൈനയുടെ മണ്ണിൽ വീഴാൻ തുടങ്ങി. ഒരു സാമ്രാജ്യത്തിൻ്റെ പതനവും മറ്റൊന്നിൻ്റെ ഉദയവും വെറുമൊരു വാണിജ്യ തർക്കത്തിൻ്റെ രൂപത്തിൽ ആരംഭിച്ചത് മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും നികൃഷ്ടമായ അധ്യായങ്ങളിലൊന്നായി മാറാൻ പോകുകയായിരുന്നു. കാറ്റിൻ്റെ ദിശ മാറിക്കൊണ്ടിരുന്നു. ശാന്തമായ കടൽ ക്ഷോഭമില്ലാത്തതായി തോന്നി. എന്നാൽ ആഴങ്ങളിൽ ഒരു വലിയ ചുഴലിക്കാറ്റ് രൂപം കൊള്ളുകയായിരുന്നു, എല്ലാം നശിപ്പിക്കാനായി. മനുഷ്യൻ്റെ അത്യാഗ്രഹം ഒരു ജനതയുടെ മാനസികാവസ്ഥയെ എങ്ങനെ തകർത്തെറിയാൻ കഴിയുമെന്ന് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. സാമ്രാജ്യത്വ ശക്തികൾ അവരുടെ ലാഭത്തിനു വേണ്ടി എന്തും ചെയ്യുമെന്നതിൻ്റെ ഒരു ഭീകരമായ ഉദാഹരണം കൂടിയാണിത്. ചൈനയുടെ സംസ്കാരവും പാരമ്പര്യവും അഭിമാനവും ബ്രിട്ടൻ്റെ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്ക് മുന്നിൽ തകർന്നടിയുന്നതിൻ്റെ തുടക്കം കൂടിയായിരുന്നു ഇത്. ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്ന് സ്വന്തം അതിർവരമ്പുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയതിൻ്റെ ദുരന്തകഥ. ഈ കഥയുടെ ഓരോ താളും അധികാരത്തിൻ്റെ നിഴൽ യുദ്ധങ്ങളെക്കുറിച്ചുള്ള ഒരു പുതിയ ചിത്രം നമുക്ക് നൽകും. ഒരു ജനതയുടെ ഹൃദയത്തിലേക്ക് ഒരു വിഷം കുത്തിവെക്കപ്പെട്ടാൽ അത് എങ്ങനെയാണ് ആ സമൂഹത്തെ കീറിമുറിക്കുക എന്ന് നിങ്ങൾക്കറിയാമോ? ഓപ്പിയം ചൈനീസ് സമൂഹത്തിൽ ഒരു നിശബ്ദ കൊലയാളിയായി പതിയെ കടന്നുവന്നു. തുടക്കത്തിൽ ആഡംബരത്തിൻ്റെ അല്ലെങ്കിൽ വേദനകളിൽ നിന്നുള്ള ഒളിച്ചോട്ടത്തിൻ്റെ ഒരു മാർഗമായി തോന്നിയ ഇത് പിന്നീടൊരു ദുർഭൂതമായി മാറി.
അതൊരു വ്യക്തിയുടെ ഇച്ഛാശക്തിയെ കവർന്നു, കുടുംബങ്ങളുടെ സ്നേഹബന്ധങ്ങളെ ഇല്ലാതാക്കി, ഒരു സംസ്കാരത്തിന്റെ അഭിമാനത്തെ തകർത്തു. ഒരു ഓപ്പിയം ഡെൻ. അത് വെറുമൊരു കെട്ടിടമായിരുന്നില്ല. അത് നഷ്ടപ്പെട്ട സ്വപ്നങ്ങളുടെ, തകർന്ന കുടുംബങ്ങളുടെ, മരവിച്ച ആത്മാക്കളുടെ ഒരു തടവറയായിരുന്നു. കറുത്ത പുകയുടെ നേർത്ത തിരശീലവർക്കുള്ളിൽ മനുഷ്യർ തങ്ങളെ തന്നെ പതിയെ ഇല്ലാതാക്കുന്ന കാഴ്ച. അവിടെ സമയം നിശ്ചലമായി നിന്നു. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളില്ല, കഴിഞ്ഞകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളില്ല, വർത്തമാനകാലത്തിലെ ആ വിഷം നിറഞ്ഞ ലഹരി മാത്രം. മാതാപിതാക്കൾ ഓപ്പിയത്തിന് അടിമകളായപ്പോൾ കുട്ടികൾക്ക് വിശപ്പിന്റെ തീവ്രത അറിഞ്ഞു. ഒരുപാട് ചൈനീസ് കുടുംബങ്ങൾ അങ്ങനെ തകർന്നു. കച്ചവടക്കാർക്ക് ഓപ്പിയം വാങ്ങാൻ പണമില്ലാതായപ്പോൾ അവർ തങ്ങളുടെ കടകൾ വിറ്റു. കർഷകർക്ക് കൃഷി ചെയ്യാൻ കഴിഞ്ഞില്ല, അവരുടെ വയലുകൾ തരിശായി. സൈനികർക്ക് യുദ്ധം ചെയ്യാൻ ശക്തിയില്ലാതായി, അവരുടെ ധൈര്യം ഓപ്പിയത്തിന്റെ പുകയിൽ അലിഞ്ഞുതീർന്നു. ചൈനയുടെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ഒഴുകിയപ്പോൾ ഓപ്പിയം ചൈനയുടെ ഓരോ വീട്ടിലും ദുരിതത്തിന്റെ വിത്തുകൾ വിതച്ചു. ഒരിക്കൽ പട്ടുനൂൽ വസ്ത്രങ്ങളും പോഴ്സ്ലൈൻ പാത്രങ്ങളും ചായപ്പൊടിയും കൊണ്ട് നിറഞ്ഞ ചൈനീസ് വീടുകൾ ഇപ്പോൾ ദാരിദ്ര്യത്തിന്റെയും രോഗങ്ങളുടെയും ഇരുണ്ട കൂടാരങ്ങളായി മാറി. ഓപ്പിയത്തിന് അടിമകളായ മനുഷ്യർക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ജീവിതത്തിന്റെ ഏക ലക്ഷ്യം അടുത്ത ഡോസ് ഓപ്പിയം എങ്ങനെ സ്വന്തമാക്കാമെന്നതായി മാറി. ഇതിനായി അവർ എന്തും ചെയ്യാൻ തയ്യാറായി. മോഷ്ടിക്കാൻ, കള്ളം പറയാൻ, സ്വന്തം കുടുംബത്തെ ഉപേക്ഷിക്കാൻ പോലും. യുവത്വത്തിന്റെ ശക്തിയും ബുദ്ധിയും രാജ്യത്തിന്റെ ഭാവിയായിരുന്നു. എന്നാൽ ഓപ്പിയം ആ യുവത്വത്തെ കാർന്നു തിന്നു. കോളേജുകളിലെ വിദ്യാർത്ഥികൾ, സൈന്യത്തിലെ യുവസൈനികർ, നാടിന്റെ നട്ടെല്ലായിരുന്ന കർഷകർ എല്ലാവരും ഓപ്പിയത്തിന്റെ അടിമകളായി മാറി. ഒരു ജനതയുടെ ഭാവിയെ ഒരു മയക്കുമരുന്ന് എങ്ങനെയാണ് ഇല്ലാതാക്കുന്നതെന്നതിന്റെ ഭീകരമായ കാഴ്ച. ചൈനീസ് ഭരണകൂടം ഈ ദുരന്തം തടയാൻ കിണഞ്ഞു പരിശ്രമിച്ചു. ഓപ്പിയം വിൽക്കുന്നവരെയും ഉപയോഗിക്കുന്നവരെയും പരസ്യമായി ശിക്ഷിച്ചു. ചിലപ്പോൾ വധശിക്ഷ പോലും നൽകി. എന്നാൽ അതൊന്നും ഓപ്പിയത്തിന്റെ ഒഴുക്കിനെ തടയാൻ പര്യാപ്തമായിരുന്നില്ല. ബ്രിട്ടന്റെ കള്ളക്കടത്ത് ശൃംഖല അത്രയേറെ ശക്തമായിരുന്നു. ചൈനീസ് ഉദ്യോഗസ്ഥരിൽ പലരും കൈക്കൂലി വാങ്ങി കള്ളക്കടത്തുകാരെ സഹായിച്ചു. അഴിമതിയും ഈ ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു. ചൈനീസ് സമൂഹം തകർന്നടിഞ്ഞു. ഒരിക്കൽ ശക്തമായിരുന്ന കുടുംബബന്ധങ്ങൾ ശിഥിലമായി. സാമൂഹികപരമായ കെട്ടുറപ്പ് ഇല്ലാതായി. ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്തൊരു ജനത വർത്തമാനകാലത്തിന്റെ ലഹരിയിൽ മയങ്ങിക്കിടന്നു. ഇതൊരു രാജ്യത്തിന്റെ മാനസികാവസ്ഥയെ തന്നെ തകർത്തു. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. രാജ്യസ്നേഹമില്ലാതായി. അവിടുത്തെ ജനങ്ങൾ ഒരുതരം നിസ്സഹായതയുടെയും ഭയത്തിന്റെയും നിഴലിൽ ജീവിച്ചു. നികുതി വരുമാനമില്ലാതായി. സൈന്യം ദുർബലമായി. ഭരണകൂടം കാര്യക്ഷമമല്ലാതായി. ചൈനയുടെ ഓരോ കോണിലും ഓപ്പിയത്തിന്റെ കറുത്ത പുക നിറഞ്ഞു. ഈ വിഷം ചൈനയുടെ ആത്മാവിനെ തന്നെ വിഴുങ്ങി. അവർക്ക് തിരിച്ചുവരാൻ കഴിയാത്തത്ര ആഴത്തിലുള്ള ഒരു മുറിവാണ് ഓപ്പിയം നൽകിയത്. ഈ മുറിവുകൾ കൂണങ്ങാൻ വർഷങ്ങൾ വേണ്ടിവന്നു. ഈ ദുരന്തം വെറുമൊരു ചരിത്ര സംഭവമായിരുന്നില്ല. ഇത് മനുഷ്യന്റെ ദുർബലതയുടെയും അത്യാഗ്രഹത്തിന്റെ ഭീകരമായ ഫലങ്ങളുടെയും ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ലാഭക്കൊതി ഒരു ജനതയുടെ പതനത്തിന് കാരണമായി. അവർ ചൈനീസ് സമൂഹത്തിന്റെ ഓരോ കോണിലും ഈ വിഷം കുത്തിവെച്ചു. ഒരു ജനതയെ മയക്കുമരുന്നിന് അടിമയാക്കി അവരെ കൊള്ളയടിക്കുക എന്ന ക്രൂരമായ തന്ത്രം അവർ വിജയകരമായി നടപ്പിലാക്കി. ഒരിക്കൽ ജ്ഞാനത്തിന്റെയും തത്വചിന്തയുടെയും കലയുടെയും വിളനിലമായിരുന്ന ചൈന ഇപ്പോൾ ഓപ്പിയത്തിന്റെ പുകയിൽ മൂടി ഇരുണ്ട യുഗത്തിലേക്ക് കൂപ്പുകുത്തി. ഇത് വെറുമൊരു യുദ്ധമായിരുന്നില്ല, ഇതൊരു സംസ്കാരത്തിന്റെ തകർച്ചയായിരുന്നു. ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ വിഴുങ്ങിയ ഒരു ദുരന്തം. ഈ ദുരന്തം കണ്ടറിഞ്ഞ പല ചൈനീസ് പണ്ഡിതന്മാരും എഴുത്തുകാരും തങ്ങളുടെ വേദന വാക്കുകളിലൂടെ രേഖപ്പെടുത്തി. അവരുടെ വാക്കുകളിൽ ഈ ദുരന്തത്തിന്റെ ഭീകരത നിറഞ്ഞുനിന്നു. ഓപ്പിയം യുദ്ധം എന്ന് ലോകം ഇതിനെ വിളിക്കുമ്പോൾ ഇത് യുദ്ധത്തിനു മുമ്പ് മയക്കുമരുന്നുപയോഗിച്ചൊരു ജനതയെ തകർത്ത അതിക്രൂരമായ ഒരു അധിനിവേശമായിരുന്നു. ആരുടെ തോക്കും വടിമരുന്നുമില്ലാതെ ഒരു ജനതയെ എങ്ങനെ നിശബ്ദം കൊല്ലാമെന്ന് ബ്രിട്ടീഷുകാർ ലോകത്തിന് കാണിച്ചുകൊടുത്തു. ഇതൊരു രാഷ്ട്രത്തിന്റെ മാനസികാവസ്ഥയെ തകർക്കുന്ന, അതിനെ ഒരു ഭീകരമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു തന്ത്രമായിരുന്നു. ഒരു രാജ്യത്തിന്റെ പ്രതിരോധശേഷി തകർക്കപ്പെട്ടു. ആളുകൾ മയക്കുമരുന്നിന്റെ ലോകത്ത് അഭയം തേടിയപ്പോൾ രാജ്യത്തിന്റെ അതിർത്തികൾ ദുർബലമായി. ബ്രിട്ടന് ഇതൊരു സുവർണ അവസരമായിരുന്നു. ചൈനയെ തങ്ങളുടെ വരുതിയിലാക്കാൻ, സാമ്പത്തികമായും പരോക്ഷമായും അവരെ തകർക്കാൻ ഓപ്പിയം ഒരു ആയുധമായി മാറി. ചരിത്രത്തിന്റെ താളുകളിൽ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തത് പലപ്പോഴും ചോരയുടെയും കണ്ണുനീരിന്റെയും മുകളിലാണ്. എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഒരു ഭാഗം കെട്ടിപ്പടുത്തത് ഒരു ജനതയുടെ ആത്മാവിനെ മയക്കുമരുന്നിന് അടിമയാക്കിക്കൊണ്ടായിരുന്നു എന്ന സത്യം അത്രയേറെ തുറന്നു പറയാൻ അവർക്ക് ധൈര്യമില്ലാത്ത ഒന്നാണ്. അവരുടെ പ്രൗഢിയുടെയും ശക്തിയുടെയും പിന്നിൽ ഓപ്പിയത്തിന്റെ കറുത്ത പുകയും ചൈനീസ് ജനതയുടെ നിസ്സഹായമായ തേങ്ങലുകളുമുണ്ടായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു വ്യാപാര സ്ഥാപനമെന്നതിലുപരി ഒരു സാമ്രാജ്യത്വ ശക്തിയായി മാറിയ ഒരു ഭീമൻ. ഇന്ത്യയിൽ നിന്നവർ ഓപ്പിയം ശേഖരിച്ചു.
അവർക്ക് കൃത്യമായ കണക്കുകൂട്ടലുകളുണ്ടായിരുന്നു. ചൈനീസ് ചായപ്പൊടിക്കും പട്ടിനും പകരമായി വെള്ളി നൽകുന്നത് തങ്ങളുടെ സാമ്പത്തിക അടിത്തറയെ തകർക്കുമെന്ന് അവർ ഭയന്നു. അതിനൊരു പ്രതിവിധി അവർ കണ്ടെത്തി. അത് വിഷമായിരുന്നു. ഇന്ത്യയിലെ കർഷകരെ ഓപ്പിയം കൃഷി ചെയ്യാൻ അവർ നിർബന്ധിച്ചു. വിസമ്മതിച്ചവർക്ക് ശിക്ഷകൾ നൽകി. ഉൽപ്പാദനത്തിന്റെ ഓരോ ഘട്ടവും കമ്പനിയുടെ കർശന നിയന്ത്രണത്തിലായിരുന്നു. ലോകത്ത് മറ്റെങ്ങുമില്ലാത്ത വിധം ഏറ്റവും മികച്ച ഓപ്പിയം ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു. കാരണം ചൈനീസ് കമ്പോളത്തിൽ അവർക്കൊരു കുത്തക ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു. കമ്പനിയുടെ ലാഭം കുതിച്ചുയർന്നു. ഇന്ത്യയിലെ കർഷകരുടെ ചോരയും വിയർപ്പും ചൈനീസ് ജനതയുടെ കണ്ണുനീരും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഖജനാവിലേക്ക് വെള്ളിയായി ഒഴുകിയെത്തി. ഓപ്പിയം ചൈനയിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നതിന് ഒരു വലിയ ശൃംഖല തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കെട്ടിപ്പടുത്തു. നേരിട്ട് ഓപ്പിയം വിൽക്കുന്നത് നിയമവിരുദ്ധമായതുകൊണ്ട് അവർ മക്കാവോയിലെയും ഹോങ്കോങ്ങിലെയും, അന്ന് ബ്രിട്ടീഷ് കോളനി ആയിട്ടില്ല, സ്വകാര്യ വ്യാപാരികളെയും മറ്റു യൂറോപ്യൻ കച്ചവടക്കാരെയും ഉപയോഗിച്ചു. ഈ വ്യാപാരികൾ കമ്പനിയിൽ നിന്ന് ഓപ്പിയം വാങ്ങി ചൈനയിലേക്ക് കടത്തി. അതിനായി വലിയ കപ്പലുകൾ ഉപയോഗിച്ചു. ചൈനീസ് അധികാരികളെയും പ്രാദേശിക ഗവർണർമാരെയും അവർ കൈക്കൂലി നൽകി സ്വാധീനിച്ചു. ഈ കച്ചവടം രഹസ്യമായിട്ടായിരുന്നില്ല. ബ്രിട്ടീഷ് പാർലമെന്റിലെ പല അംഗങ്ങൾക്കും ഭരണാധികാരികൾക്കും ഈ കച്ചവടത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. എന്നാൽ ഈ ലാഭം ഉപേക്ഷിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. ചാൾസ് എലിയറ്റ്, ജോർജ് എലിയറ്റ് തുടങ്ങിയ പല ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും ഈ കച്ചവടത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു വ്യാപാരം മാത്രമായിരുന്നു. ചൈനീസ് ജനതയുടെ ആരോഗ്യത്തെയും ഭാവിയെയും കുറിച്ച് അവർ ചിന്തിച്ചില്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനി കപ്പലുകൾ നിറയെ ഓപ്പിയവുമായി ചൈനീസ് തീരങ്ങളിലേക്കെത്തി. കാന്റോൺ നഗരം, ഇന്നത്തെ ഗ്വാങ്ഷു, ആയിരുന്നു പ്രധാന വ്യാപാര കേന്ദ്രം. അവിടെ ഹോഗ് വ്യാപാരികൾ എന്നറിയപ്പെട്ടിരുന്ന ഒരു വിഭാഗം ചൈനീസ് വ്യാപാരികൾക്ക് ഓപ്പിയം കൈമാറി. ഈ ഹോഗ് വ്യാപാരികൾ ബ്രിട്ടീഷ് കമ്പനികളിൽ നിന്ന് ഓപ്പിയം വാങ്ങി ചൈനയുടെ ഉൾഭാഗങ്ങളിലേക്ക് എത്തിച്ചു. ഇതൊരു വലിയ കള്ളക്കടത്ത് ശൃംഖലയായിരുന്നു. ബ്രിട്ടീഷ് സർക്കാരിന്റെ പിന്തുണയോടെ ഈ ഓപ്പിയം കച്ചവടം അഭംഗുരം തുടർന്നു. ചൈനയുടെ ശക്തമായ നിരോധന നിയമങ്ങളെ അവർ പുച്ഛത്തോടെ കണ്ടു. അവരുടെ കൺമുന്നിൽ ഒരു ജനതയുടെ ഭാവിയെ ഒരു മയക്കുമരുന്ന് എങ്ങനെ നശിപ്പിക്കുന്നു എന്ന് കണ്ടിട്ടും അവർക്കൊരു കൂസലുമുണ്ടായിരുന്നില്ല. ലാഭം മാത്രം അവരുടെ കണ്ണുകളിൽ നിറഞ്ഞു. പല ബ്രിട്ടീഷ് പൗരന്മാരും ഓപ്പിയം കച്ചവടത്തെ എതിർത്തു. ഇത് അധാർമികവും ക്രൂരവുമാണെന്ന് അവർ വാദിച്ചു. എന്നാൽ അവരുടെ ശബ്ദങ്ങൾ സാമ്രാജ്യത്വത്തിന്റെ അധികാരമോഹങ്ങൾക്കും ലാഭക്കൊതിക്കും മുന്നിൽ നിശബ്ദമായി. ബ്രിട്ടീഷ് ഭരണകൂടം തങ്ങളുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറായിരുന്നു. ഓപ്പിയം കച്ചവടത്തിലൂടെ ബ്രിട്ടീഷ് സമ്പദ്വ്യവസ്ഥ കുതിച്ചുയർന്നു. വ്യവസായ വിപ്ലവത്തിനാവശ്യമായ പണം അവർക്ക് ലഭിച്ചു. പുതിയ ഫാക്ടറികൾ സ്ഥാപിച്ചു. നഗരങ്ങൾ വളർന്നു. ബ്രിട്ടന്റെ ശക്തി ലോകമെമ്പാടും വ്യാപിച്ചു. പക്ഷേ ഈ സമ്പത്തിന്റെ പിന്നിൽ ഒരു ജനതയുടെ കണ്ണുനീരും നഷ്ടപ്പെട്ട ജീവിതങ്ങളും ഉണ്ടായിരുന്നു എന്ന സത്യം ചരിത്രത്തിന്റെ കറുത്ത താളുകളിൽ ഒളിഞ്ഞുകിടക്കുന്നു. ഈ കാലഘട്ടത്തിൽ ബ്രിട്ടൻ ചൈനയിലേക്ക് അയച്ച കപ്പലുകൾ വെറും ചരക്കു കപ്പലുകളായിരുന്നില്ല. അവ മരണത്തിന്റെ ദൂതന്മാരായിരുന്നു. ചൈനീസ് തീരങ്ങളിൽ അടുക്കുന്ന ഓരോ കപ്പലും കൂടുതൽ ഓപ്പിയവും കൂടുതൽ ദുരിതങ്ങളും കൊണ്ടുവന്നു. ചൈനീസ് തുറമുഖങ്ങൾ ഇപ്പോൾ ഓപ്പിയത്തിന്റെ പ്രധാന കച്ചവട കേന്ദ്രങ്ങളായി മാറി. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ചൈനീസ് ഭരണകൂടത്തിന് കത്തുകളയച്ചു. ഓപ്പിയം വ്യാപാരം നിയമവിധേയമാക്കണമെന്ന് അവരാവശ്യപ്പെട്ടു. ഇത് വെറുമൊരു മരുന്നു മാത്രമാണെന്നും ചൈനീസ് ജനതയ്ക്ക് അത് ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യം വേണമെന്നും അവർ വാദിച്ചു. ഈ വാദങ്ങൾ എത്രത്തോളം പൊള്ളയാണെന്ന് അവർക്ക് തന്നെ അറിയാമായിരുന്നു. കാരണം ഓപ്പിയം മനുഷ്യന്റെ ജീവനെടുക്കുന്ന ഒരു വിഷമാണെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഓപ്പിയം കച്ചവടത്തെ നേരിട്ട് അംഗീകരിക്കുന്നില്ലെന്ന് പുറമേക്ക് കാണിച്ചെങ്കിലും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അവർ പൂർണ്ണ പിന്തുണ നൽകി. ചൈനയുടെ സമ്പത്ത് ചോർത്തി തങ്ങളുടെ സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. ചൈന ദുർബലമാകുമ്പോൾ തങ്ങൾക്ക് അവിടെ കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നും അവർ കണക്കുകൂട്ടി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി വെറുമൊരു വ്യാപാര സ്ഥാപനമായിരുന്നില്ല. അവർക്ക് സ്വന്തമായി സൈന്യവും ഭരണ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ അവർ ചെയ്തതുപോലെ ചൈനയെയും തങ്ങളുടെ വരുതിയിലാക്കാൻ അവർ ശ്രമിച്ചു. ഓപ്പിയം ഒരു സാമ്പത്തിക ആയുധമായിരുന്നു. അത് ചൈനയുടെ സമ്പദ്വ്യവസ്ഥയെ തകർത്തു, സൈന്യത്തെ ദുർബലമാക്കി, ഭരണകൂടത്തിന്റെ വിശ്വാസ്യത ഇല്ലാതാക്കി. ഈ കാലഘട്ടത്തിൽ ചൈനയുടെ ദൗർബല്യം ബ്രിട്ടീഷിന് ഒരു വലിയ അവസരമായി മാറി. അവർ ചൈനീസ് തീരങ്ങളിൽ സൈനിക താവളങ്ങൾ സ്ഥാപിക്കാൻ തുടങ്ങി. തങ്ങളുടെ വ്യാപാര താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ എന്ന പേരിൽ അവർ യുദ്ധ കപ്പലുകൾ അയച്ചു.
ഇത് യുദ്ധത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളായിരുന്നു. ചൈനയെ സൈനികമായി നേരിടാൻ അവർ തയ്യാറെടുക്കുകയായിരുന്നു. ബ്രിട്ടന്റെ ഈ സാമ്രാജ്യത്വ മോഹങ്ങൾ ഓപ്പിയത്തിന്റെ കറുത്ത പുകയിൽ ഒളിഞ്ഞിരുന്നു. ഒരു ജനതയുടെ പതനത്തിനു മുകളിലാണ് തങ്ങളുടെ പ്രൗഢിയുള്ള സാമ്രാജ്യം കെട്ടിപ്പടുത്തത് എന്ന സത്യം അവർ സൗകര്യപൂർവ്വം മറന്നു. എന്നാൽ ചരിത്രം ഒരിക്കലും ആ സത്യം മറക്കില്ല. അത് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും, ഒരു ഓർമ്മപ്പെടുത്തലായി. ഒരു ജനതയുടെ ക്ഷമയ്ക്ക് അതിരുണ്ടായിരുന്നു. ഓപ്പിയം എന്ന വിഷം തങ്ങളുടെ സമൂഹത്തെ കാർന്നു തിന്നുന്നത് കണ്ടിട്ടും ബ്രിട്ടൻ അതിനെ ന്യായീകരിച്ചപ്പോൾ ചൈനീസ് ഭരണകൂടത്തിന് ഒരു തീരുമാനമെടുക്കേണ്ടി വന്നു. അവർക്ക് സ്വന്തം ജനങ്ങളെയും രാജ്യത്തിന്റെ അഭിമാനത്തെയും രക്ഷിക്കണം. ആ തീരുമാനമായിരുന്നു ഓപ്പിയം കച്ചവടത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുക എന്നത്. എന്നാൽ ആ നീക്കം ഒരു വലിയ യുദ്ധത്തിലേക്കാണ് അവരെ നയിക്കാൻ പോകുന്നതെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. 1839-ൽ ചക്രവർത്തിയുടെ വിശ്വസ്തനായ കമ്മീഷണർ ലിൻ സെക്സു കന്റോൺ നഗരത്തിലെത്തി. ഓപ്പിയം കച്ചവടം നിർത്തലാക്കാൻ അദ്ദേഹത്തിന് പൂർണ്ണ അധികാരമുണ്ടായിരുന്നു. ലിൻ സെക്സു ഒരു കറതീർന്ന ഭരണാധികാരിയായിരുന്നു. അഴിമതിക്ക് വഴങ്ങാത്ത രാജ്യസ്നേഹിയായൊരു വ്യക്തി. അദ്ദേഹം ബ്രിട്ടീഷ് വ്യാപാരികളോട് എല്ലാ ഓപ്പിയം ശേഖരവും സർക്കാരിന് കൈമാറാൻ ഉത്തരവിട്ടു. ബ്രിട്ടീഷ് വ്യാപാരികൾ ആദ്യം ഇത് കാര്യമാക്കിയില്ല. അവർ ചൈനീസ് നിയമങ്ങളെ പുച്ഛത്തോടെ കണ്ടു. എന്നാൽ ലിൻ സെക്സു കർശന നടപടികൾ സ്വീകരിച്ചു. അദ്ദേഹം ബ്രിട്ടീഷ് വ്യാപാരികളെ തുറമുഖത്ത് തടഞ്ഞു. അവരെ ഓപ്പിയം നൽകാൻ നിർബന്ധിച്ചു. ഏകദേശം 20,000 പെട്ടി ഓപ്പിയം, ഏകദേശം 1.2 ദശലക്ഷം കിലോഗ്രാം ലിൻ സെക്സു പിടിച്ചെടുത്തു. ഈ ഓപ്പിയം കാന്റോൺ തീരത്ത് വെച്ച് പരസ്യമായി നശിപ്പിച്ചു. ഉപ്പും കുമ്മായവും ചേർത്ത് കടലിലേക്ക് ഒഴുക്കിവിട്ടു. ഈ ദൃശ്യം ബ്രിട്ടീഷ് വ്യാപാരികളെ ഞെട്ടിച്ചു. അവരുടെ കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ് കടലിൽ ഒലിച്ചുപോയത്. ഈ സംഭവം ബ്രിട്ടനെ പ്രകോപിപ്പിച്ചു. ചൈനയുടെ ഈ നീക്കത്തെ അവർ തങ്ങളുടെ വ്യാപാര താൽപ്പര്യങ്ങൾക്കും സാമ്രാജ്യത്വ ശക്തിക്കും നേരെയുള്ള വെല്ലുവിളിയായി കണ്ടു. ബ്രിട്ടീഷ് പാർലമെന്റിൽ ചൂടേറിയ ചർച്ചകൾ നടന്നു. ഓപ്പിയം കച്ചവടം എന്നതിലുപരി ബ്രിട്ടന്റെ അഭിമാനത്തിന്റെ പ്രശ്നമായി അവർ ഇതിനെ കണ്ടു. തങ്ങളുടെ പൗരന്മാരുടെ സ്വത്ത് നശിപ്പിച്ചത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നവർ വാദിച്ചു. ചൈനയ്ക്കൊരു പാഠം പഠിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. 1840-ൽ ബ്രിട്ടൻ ചൈനയിലേക്ക് ഒരു വലിയ സൈനിക കപ്പൽ വ്യൂഹത്തെ അയച്ചു. ആധുനിക ആയുധങ്ങളോടുകൂടിയ കപ്പലുകൾ, പരിശീലനം നേടിയ സൈനികർ. ചൈനയുടെ പഴയകാല സൈന്യത്തുമായി താരതമ്യം ചെയ്യുമ്പോൾ ബ്രിട്ടീഷ് സൈന്യം സാങ്കേതികമായി ഏറെ മുന്നിലായിരുന്നു. ഇത് വെറുമൊരു വ്യാപാര തർക്കം പരിഹരിക്കാനായിരുന്നില്ല, ചൈനയെ തങ്ങളുടെ വരുതിയിലാക്കാനുള്ള ഒരു നീക്കമായിരുന്നു. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഒന്നാം ഓപ്പിയം യുദ്ധം. ബ്രിട്ടീഷ് യുദ്ധക്കപ്പലുകൾ ചൈനീസ് തീരങ്ങളിൽ വെടിയുതിർത്തു. കാന്റൺ, ഷാങ്ഹായ്, നിങ്ബോ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെ തുറമുഖങ്ങൾ ആക്രമിക്കപ്പെട്ടു. ചൈനീസ് കോട്ടകൾക്ക് ബ്രിട്ടീഷ് പീരങ്കികളെ ചെറുക്കാൻ കഴിഞ്ഞില്ല. അവരുടെ പീരങ്കികൾ കാലഹരണപ്പെട്ടതായിരുന്നു. ചൈനീസ് സൈനികർ ധൈര്യമായി പോരാടി. പക്ഷേ അവരുടെ വാളുകളും പഴയകാല തോക്കുകളും ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ആധുനിക തോക്കുകൾക്കും പീരങ്കികൾക്കും മുന്നിൽ വെറും കളിപ്പാട്ടങ്ങളായി മാറി. ചൈനീസ് സൈനികരുടെ ധാർമ്മികത തകർന്നു. പലരും ഓപ്പിയത്തിന് അടിമകളായിരുന്നു. അവർക്ക് പോരാടാനുള്ള ശക്തിയോ ഇച്ഛാശക്തിയോ ഉണ്ടായിരുന്നില്ല. യുദ്ധക്കളത്തിൽ അവർക്ക് ബ്രിട്ടീഷ് സൈന്യത്തെ നേരിടാൻ കഴിഞ്ഞില്ല. ബ്രിട്ടീഷ് സൈന്യം ചൈനയുടെ ഉൾഭാഗങ്ങളിലേക്ക് അതിവേഗം മുന്നേറി. ചൈനീസ് നഗരങ്ങൾ ഒന്നൊന്നായി ബ്രിട്ടന്റെ കാൽക്കീഴിലാക്കപ്പെട്ടു. ഈ യുദ്ധം ചൈനീസ് ജനതയെ ഞെട്ടിച്ചു. തങ്ങളെപ്പോലെ മഹത്തായ ഒരു സാമ്രാജ്യത്തെ ഒരു ചെറിയ ദ്വീപരാഷ്ട്രം ആക്രമിക്കുന്നു എന്നത് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ അഭിമാനം തകർന്നു. അവരുടെ ലോകവീക്ഷണം മാറിമറിഞ്ഞു. പുറം ലോകത്തെക്കുറിച്ച് അവർക്കുണ്ടായിരുന്ന ധാരണകളെല്ലാം തെറ്റായിരുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞു. ബ്രിട്ടീഷ് സൈന്യം ചൈനീസ് നഗരങ്ങളിൽ കൊള്ളയടിച്ചു. വിലപ്പെട്ട വസ്തുക്കൾ അവർ കൊണ്ടുപോയി. ജനങ്ങളെ ക്രൂരമായി മർദ്ദിച്ചു. യുദ്ധത്തിന്റെ ഭീകരത ചൈനീസ് ജനതയെ വേട്ടയാടി. അവരുടെ വീടുകൾ നശിപ്പിക്കപ്പെട്ടു. ജീവിതം തകർന്നു. ഈ യുദ്ധം ചൈനയുടെ ആത്മാവിൽ ഒരു മായാത്ത മുറിവുണ്ടാക്കി. ചൈനീസ് ഭരണകൂടം നിസ്സഹായരായി. ചക്രവർത്തിയുടെ അധികാരം ചോദ്യം ചെയ്യപ്പെട്ടു. തങ്ങൾക്ക് ബ്രിട്ടീഷ് സൈന്യത്തെ തടയാൻ കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലായി. ഈ യുദ്ധം വെറും സൈനിക ശക്തിയുടെ ഏറ്റുമുട്ടലായിരുന്നില്ല. അതൊരു സംസ്കാരത്തിന്റെ, ഒരു ലോകവീക്ഷണത്തിന്റെ പരാജയമായിരുന്നു. ചൈനീസ് സാമ്രാജ്യത്തിന്റെ അഹങ്കാരം തകർത്തെറിയപ്പെട്ടു. ബ്രിട്ടൻ ഈ യുദ്ധത്തിലൂടെ ചൈനയെ തങ്ങളുടെ വരുതിയിലാക്കാൻ ശ്രമിച്ചു. ഓപ്പിയം കച്ചവടം നിയമവിധേയമാക്കാനും കൂടുതൽ തുറമുഖങ്ങൾ തങ്ങൾക്ക് തുറന്നു നൽകാനും ഹോങ്കോങ് പോലുള്ള തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ തങ്ങൾക്ക് കൈമാറാനും അവർ ആഗ്രഹിച്ചു. യുദ്ധം അവരുടെ ഈ ലക്ഷ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു മാർഗമായിരുന്നു.
ഈ യുദ്ധം ഒരു വലിയ അസമത്വത്തിന്റെ യുദ്ധമായിരുന്നു. ഒരു വശത്ത് ആധുനിക ആയുധങ്ങളോടും സാങ്കേതിക വിദ്യയോടും കൂടിയ ഒരു സൈന്യം, മറുവശത്ത് കാലഹരണപ്പെട്ട ആയുധങ്ങളുമായി ഓപ്പിയത്തിനടിമകളായ ഒരു സൈന്യം. ഫലം വ്യക്തമായിരുന്നു. ചൈനയ്ക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നു. ഓപ്പിയം യുദ്ധം ചൈനയുടെ ചരിത്രത്തിലെ ഒരു ഇരുണ്ട അധ്യായം കുറിച്ചു. ഇത് ചൈനയെ നൂറ്റാണ്ടിന്റെ അപമാനം എന്ന കാലഘട്ടത്തിലേക്ക് തള്ളിവിട്ടു. ഈ യുദ്ധം വെറും സൈനികമായ ഒരു പരാജയമായിരുന്നില്ല. അത് ചൈനയുടെ ദേശീയ അഭിമാനത്തെയും ആത്മാഭിമാനത്തെയും തകർത്ത ഒരു ദുരന്തമായിരുന്നു. ബ്രിട്ടൻ തങ്ങളുടെ സാമ്രാജ്യത്വ മോഹങ്ങൾക്കായി ഒരു ജനതയെ മയക്കുമരുന്നിന് അടിമയാക്കുകയും പിന്നീട് അവരെ സൈനികമായി തോൽപ്പിക്കുകയും ചെയ്തു. ഇത് മനുഷ്യന്റെ അത്യാഗ്രഹത്തിന്റെ ഏറ്റവും ക്രൂരമായ രൂപങ്ങളിലൊന്നായിരുന്നു. ഈ യുദ്ധത്തിന്റെ ഭീകരത, അതിന്റെ മുറിവുകൾ ചൈനീസ് ജനതയുടെ മനസ്സിൽ മായാതെ നിന്നു. ഒരു യുദ്ധത്തിന്റെ മുറിവുകൾ കരിയുമ്പോഴാണ് പലപ്പോഴും അതിന്റെ യഥാർത്ഥ വേദന ഒരു ജനത തിരിച്ചറിയുന്നത്. ഓപ്പിയം യുദ്ധം അവസാനിച്ചപ്പോൾ ചൈനീസ് ജനതയുടെ മനസ്സിൽ സൈനിക പരാജയം മാത്രമല്ല, അതിലുപരി തങ്ങളുടെ ദേശീയ അഭിമാനം തകർത്തെറിയപ്പെട്ടതിന്റെ വേദനയും അവശേഷിച്ചു. ബ്രിട്ടൻ തങ്ങളുടെ ആയുധശക്തി ഉപയോഗിച്ച് ചൈനയെ തോൽപ്പിച്ചതുപോലെ തന്നെ നയതന്ത്രപരമായ തന്ത്രങ്ങളിലൂടെയും അവരെ കീഴ്പ്പെടുത്തി. അടിച്ചേൽപ്പിച്ച ഉടമ്പടികൾ ചൈനയെ നൂറ്റാണ്ടിന്റെ അപമാനമെന്ന കാലഘട്ടത്തിലേക്ക് തള്ളിവിട്ടു. ഒന്നാം ഓപ്പിയം യുദ്ധം അവസാനിച്ചത് 1842 നാൻജിങ് ഉടമ്പടിയോടെയായിരുന്നു. ചൈനീസ് ചരിത്രത്തിലെ ഏറ്റവും അപമാനകരമായ ഉടമ്പടികളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ഈ ഉടമ്പടി ചൈനീസ് പരമാധികാരത്തിനുമേൽ വലിയ മുറിവേൽപ്പിച്ചു. നാൻജിങ് ഉടമ്പടിയിലെ വ്യവസ്ഥകൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഭീകരമായിരുന്നു. ആദ്യമായി ചൈന ബ്രിട്ടന് വലിയൊരു തുക നഷ്ടപരിഹാരമായി നൽകേണ്ടി വന്നു. 6 ദശലക്ഷം വെള്ളി ഡോളർ ഓപ്പിയം നശിപ്പിച്ചതിനും 12 ദശലക്ഷം വെള്ളി ഡോളർ യുദ്ധച്ചെലവുകൾക്കുമായി. ഇത് ചൈനയുടെ തകർന്ന സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വലിയൊരു തിരിച്ചടിയായിരുന്നു. ഒരു മയക്കുമരുന്ന് കച്ചവടത്തിന് യുദ്ധം ചെയ്ത ബ്രിട്ടന് ചൈന നഷ്ടപരിഹാരം നൽകേണ്ടി വന്നു എന്നതായിരുന്നു ഏറ്റവും വലിയ വിരോധാഭാസം. രണ്ടാമതായി, ബ്രിട്ടീഷ് വ്യാപാരികൾക്ക് കാന്റോൺ, ഷാങ്ഹായ്, നിങ്ബോ, ഫൂജൌ, ഷ്യാമൻ എന്നീ 5 പ്രധാന തുറമുഖങ്ങളിൽ കച്ചവടം ചെയ്യാൻ അനുമതി ലഭിച്ചു. ഈ തുറമുഖങ്ങൾ ട്രീറ്റി പോർട്സ് എന്നറിയപ്പെട്ടു. ഇവിടെ ബ്രിട്ടീഷ് വ്യാപാരികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചു. ചൈനീസ് ഭരണകൂടത്തിന് ഈ തുറമുഖങ്ങളിൽ കാര്യമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇത് ചൈനീസ് സാമ്പത്തിക വ്യവസ്ഥയെ കൂടുതൽ തകർത്തു. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ചൈനീസ് കമ്പോളങ്ങളിൽ ഒഴുകി നീങ്ങാൻ തുടങ്ങി. ഏറ്റവും പ്രധാനപ്പെട്ടതും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാക്കിയതുമായ വ്യവസ്ഥയായിരുന്നു ഹോങ്കോങ് ദ്വീപിന്റെ കൈമാറ്റം. ഹോങ്കോങ്ങിനെ ബ്രിട്ടന് ശാശ്വതമായി കൈമാറാൻ ചൈന നിർബന്ധിതരായി. ഇത് ചൈനയുടെ മണ്ണിൽ ബ്രിട്ടന്റെ ഒരു സ്ഥിരം സൈനിക വ്യാപാര താവളമായി മാറി. ഹോങ്കോങ് ബ്രിട്ടന്റെ കിഴക്കനേഷ്യയിലെ സാമ്രാജ്യത്വ ശക്തിയുടെ പ്രതീകമായി മാറി. ചൈനയുടെ സ്വന്തം മണ്ണ് ഒരു വിദേശ ശക്തിക്ക് എന്നേക്കുമായി വിട്ടുകൊടുക്കേണ്ടി വന്നത് അവരുടെ ദേശീയ അഭിമാനത്തിനേറ്റ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു. കൂടാതെ ബ്രിട്ടീഷ് പൗരന്മാർക്ക് ചൈനീസ് നിയമങ്ങളിൽ നിന്ന് എക്സ്ട്രാ ടെറിട്ടോറിയാലിറ്റി എന്ന അവകാശം ലഭിച്ചു. അതായത്, ഒരു ബ്രിട്ടീഷ് പൗരൻ ചൈനയിൽ ഒരു കുറ്റം ചെയ്താൽ പോലും അവരെ വിചാരണ ചെയ്യാനും ശിക്ഷിക്കാനും ചൈനീസ് കോടതികൾക്ക് അധികാരമില്ലായിരുന്നു. പകരം അവരെ ബ്രിട്ടീഷ് നിയമപ്രകാരം വിചാരണ ചെയ്യണം. ഇത് ചൈനീസ് നിയമവ്യവസ്ഥയെ തന്നെ തകർത്തു. ബ്രിട്ടീഷ് പൗരന്മാർക്ക് ചൈനയിൽ എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് പോലെയായി ഇത്. ഈ ഉടമ്പടികൾ അസമത്വ ഉടമ്പടികൾ എന്നറിയപ്പെട്ടു. കാരണം അവ ചൈനയ്ക്കുമേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതായിരുന്നു. ചൈനയുടെ അനുവാദമില്ലാതെയാണ് ഈ ഉടമ്പടികൾ ഉണ്ടാക്കിയത്. ഒരു പരമാധികാര രാജ്യത്തിന് സ്വന്തം നിയമങ്ങളോ അതിർത്തികളോ നിയന്ത്രിക്കാൻ കഴിയാതെ വന്ന അവസ്ഥ. ഈ നാൻജിങ് ഉടമ്പടിക്ക് ശേഷം മറ്റു പല പാശ്ചാത്യ ശക്തികളും, അമേരിക്ക, ഫ്രാൻസ്, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളും ചൈനയ്ക്കുമേൽ സമാനമായ ഉടമ്പടികൾ അടിച്ചേൽപ്പിച്ചു. ഓരോ ഉടമ്പടിയും ചൈനയുടെ പരമാധികാരത്തെ കൂടുതൽ ദുർബലപ്പെടുത്തി. കൂടുതൽ തുറമുഖങ്ങൾ തുറന്നു നൽകേണ്ടി വന്നു. കൂടുതൽ പ്രദേശങ്ങളിൽ വിദേശ ശക്തികൾക്ക് പ്രത്യേക അവകാശങ്ങൾ ലഭിച്ചു. ചൈന ലോകത്തിന്റെ വലിയ സാമ്രാജ്യ ശക്തികൾക്ക് ഒരു കളിപ്പാവയായി മാറി. ഈ അപമാനം ചൈനീസ് ജനതയുടെ മനസ്സിൽ ഒരു മായാത്ത മുറിവുണ്ടാക്കി. ഒരിക്കൽ ലോകത്തിന്റെ കേന്ദ്രമെന്ന് സ്വയം കരുതിയ ഒരു ജനത ഇപ്പോൾ വിദേശ ശക്തികൾക്ക് മുന്നിൽ തലകുനിക്കേണ്ടി വന്നു. അവരുടെ സംസ്കാരം, അവരുടെ പാരമ്പര്യം, അവരുടെ അഭിമാനം എല്ലാം ചോദ്യം ചെയ്യപ്പെട്ടു. ഇത് ചൈനീസ് സമൂഹത്തിൽ വലിയൊരു മാറ്റത്തിന് വഴിവെച്ചു. ഈ ഉടമ്പടികൾ ചൈനീസ് സാമ്പത്തിക വ്യവസ്ഥയെ തകർത്തു. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ചൈനീസ് കമ്പോളങ്ങളിൽ ഒഴുകിയെത്തിയപ്പോൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പല ചൈനീസ് വ്യവസായങ്ങളും തകർന്നു. ജനങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടു. ദാരിദ്ര്യം കൂടുതൽ രൂക്ഷമായി.
ഈ കാലഘട്ടം ചൈനീസ് ജനതയ്ക്ക് ഒരു പാഠമായിരുന്നു. ലോകം മാറിയിരുന്നു. തങ്ങളുടെ ഉൾവലിഞ്ഞ നയങ്ങൾ ഇനി വില പോവില്ലെന്ന് അവർ മനസ്സിലാക്കി. എന്നാൽ ഈ തിരിച്ചറിവ് വലിയൊരു വില നൽകിയാണ് അവർ നേടിയത്. ഈ ഉടമ്പടികൾ ചൈനീസ് ഭാവി രാഷ്ട്രീയത്തെയും സാമൂഹിക വ്യവസ്ഥയെയും ദൂരവ്യാപകമായി സ്വാധീനിച്ചു. ചൈനീസ് ഭരണകൂടം ഈ ഉടമ്പടികളെ അംഗീകരിച്ചത് വലിയൊരു അപമാനമായിട്ടാണ് കണ്ടത്. എന്നാൽ ബ്രിട്ടന്റെ സൈനിക ശക്തിക്ക് മുന്നിൽ അവർക്ക് മറ്റു മാർഗങ്ങളുണ്ടായിരുന്നില്ല. ഈ തോൽവി ചക്രവർത്തിയുടെ അധികാരത്തെ ചോദ്യം ചെയ്തു. രാജ്യത്തിനകത്ത് പല കലാപങ്ങൾക്കും ഇത് വഴിയൊരുക്കി. തങ്ങളുടെ ഭരണാധികാരികൾക്ക് രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ചൈനയുടെ ചരിത്രത്തിൽ ഈ കാലഘട്ടം നൂറ്റാണ്ടിന്റെ അപമാനം എന്ന് രേഖപ്പെടുത്തി. പിന്നീട് ചൈനീസ് ജനതയെ ഒരുമിപ്പിക്കാനും രാജ്യത്തിന്റെ അഭിമാനം വീണ്ടെടുക്കാനും ശ്രമിച്ച എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഈ അപമാനകരമായ ഉടമ്പടികൾ ഒരു പ്രചോദനമായി മാറി. നഷ്ടപ്പെട്ട മാനം തിരിച്ചുപിടിക്കാൻ അവർ പ്രതിജ്ഞാബദ്ധരായി. ഹോങ്കോങ് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഒരു നൂറ്റാണ്ടിലേറെക്കാലം തുടർന്നു. ഇത് ചൈനയുടെ വേദനയുടെ ഒരു പ്രതീകമായി നിലനിന്നു. പിന്നീട് 1997 ഹോങ്കോങ് ചൈനയ്ക്ക് തിരികെ ലഭിക്കുമ്പോഴും ഓപ്പിയം യുദ്ധത്തിന്റെ ആ മുറിവുകൾ ചൈനീസ് ജനതയുടെ മനസ്സിൽ മായാതെ നിന്നിരുന്നു. ഈ ഉടമ്പടികൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ക്രൂരതയുടെയും അത്യാഗ്രഹത്തിന്റെയും ഒരു ഉദാഹരണമായിരുന്നു. ലാഭത്തിനു വേണ്ടി ഒരു ജനതയുടെ പരമാധികാരത്തെയും അഭിമാനത്തെയും അവർ തകർത്തു. ഈ കറുത്ത അധ്യായം മനുഷ്യചരിത്രത്തിൽ എക്കാലവും ഒരു ഓർമ്മപ്പെടുത്തലായി നിലനിൽക്കും. അധികാരമോഹത്തിന്റെ ഭീകരമായ ഫലങ്ങളെപ്പറ്റി. ചരിത്രപുസ്തകങ്ങളിൽ യുദ്ധങ്ങൾ വെറും തീയതികളായും സംഖ്യകളായും ഒതുങ്ങുമ്പോൾ അതിൻ്റെ യഥാർത്ഥ വേദന മനുഷ്യന്റെ ആത്മാവിൽ ഒരു കനൽ പോലെ എരിയുന്നു. ഓപ്പിയം യുദ്ധം ചൈനയുടെ രാഷ്ട്രീയ അതിരുകളെയും സാമ്പത്തിക നിലയെയും മാത്രമല്ല തകർത്തത്. അതൊരു ജനതയുടെ കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിനെ, അവരുടെ ആത്മാവിനെ, അവരുടെ സ്വപ്നങ്ങളെയാണ് തകർത്തത്. ഈ യുദ്ധം മനുഷ്യന്റെ വേദനയുടെ, ആസക്തിയുടെ, സാമ്രാജ്യത്വത്തിന്റെ ക്രൂരമായ തത്വചിന്തയുടെ ഒരു കറുത്ത അധ്യായമാണ്. ആസക്തി എന്ന ദുരന്തം. ഓപ്പിയം വെറുമൊരു മയക്കുമരുന്നായിരുന്നില്ല. അത് ശരീരത്തെയും മനസ്സിനെയും കീഴ്പ്പെടുത്തുന്ന ഒരു ദുർഭൂതമായിരുന്നു. അടിമത്തത്തിന്റെ മനഃശാസ്ത്രം ഇവിടെ ആഴത്തിൽ വേരുറപ്പിച്ചു. എന്തിനാണ് മനുഷ്യൻ ആസക്തിക്ക് അടിമയാകുന്നത്? വേദനകളിൽ നിന്ന് ഓടിയൊളിക്കാനോ? യാഥാർത്ഥ്യത്തെ നേരിടാൻ ഭയന്നിട്ടോ? ഓപ്പിയം ചൈനീസ് ജനതയ്ക്ക് താൽക്കാലികമായ ഒരു മോചനം നൽകി. ദാരിദ്ര്യം, യുദ്ധത്തിന്റെ ഭീകരത, തങ്ങളുടെ രാജ്യത്തിന് സംഭവിച്ച അപമാനം, ഈ വേദനകളെല്ലാം മറക്കാൻ അവർക്ക് ഓപ്പിയം ആവശ്യമായിരുന്നു. എന്നാൽ ആ താൽക്കാലിക ആശ്വാസം അവരെ കൂടുതൽ ആഴങ്ങളിലേക്ക് തള്ളിവിട്ടു. ഒരാൾ ഓപ്പിയത്തിന് അടിമയാളുമ്പോൾ അയാളുടെ ലോകം ചുരുങ്ങുന്നു. കുടുംബം, ജോലി, സാമൂഹിക ബന്ധങ്ങൾ എല്ലാം അപ്രസക്തമാകുന്നു. അവന്റെ ജീവിതത്തിന്റെ ഒരൊറ്റ ലക്ഷ്യം അടുത്ത ഡോസ് ഓപ്പിയം എങ്ങനെ സ്വന്തമാക്കാം എന്നതായി മാറുന്നു. ഇത് ചൈനീസ് സമൂഹത്തിൽ ഒരു വലിയ തകർച്ചയുണ്ടാക്കി. മാതാപിതാക്കൾ ഓപ്പിയത്തിന് അടിമകളായപ്പോൾ കുട്ടികൾ അനാഥരായി, കുടുംബങ്ങൾ ശിഥിലമായി. തലമുറകളുടെ ഭാവിയാണ് ഓപ്പിയം ഇല്ലാതാക്കിയത്. ഇതൊരു സാമൂഹിക പ്രശ്നമായിരുന്നില്ല, ഇതൊരു ദേശീയ ദുരന്തമായിരുന്നു. ദേശീയ ദുരന്തം, നഷ്ടപ്പെട്ട അഭിമാനം. ചൈനീസ് സാമ്രാജ്യം ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രവും സംസ്കാരവുമുള്ള ഒരു മഹത്തായ രാഷ്ട്രമായിരുന്നു. ലോകത്തിന്റെ കേന്ദ്രമായി സ്വയം കണ്ട അവർക്ക് ഒരു വിദേശ ശക്തിക്ക് മുന്നിൽ തലകുനിക്കേണ്ടി വന്നത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. നാൻജിങ് ഉടമ്പടി വെറുമൊരു നിയമപരമായ രേഖയായിരുന്നില്ല. അത് ചൈനീസ് ജനതയുടെ ഹൃദയത്തിൽ കുത്തിവച്ച ഒരു മുറിവായിരുന്നു. സ്വന്തം മണ്ണ് വിദേശികൾക്ക് കൈമാറേണ്ടി വന്നതും വിദേശികൾക്ക് സ്വന്തം നാട്ടിൽ നിയമത്തിന് അതീതമായി ജീവിക്കാൻ കഴിഞ്ഞതും ചൈനീസ് ജനതയ്ക്ക് വലിയ അപമാനമായി തോന്നി. ഈ അപമാനം ഒരു ജനതയുടെ മാനസികാവസ്ഥയെ മാറ്റിമറിച്ചു. അവർക്ക് തങ്ങളുടെ ഭരണാധികാരികളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. രാജ്യത്തിനകത്ത് പല കലാപങ്ങളുമുണ്ടായി. തായ്പിങ് കലാപം, ബോക്സർ കലാപം തുടങ്ങിയ പല പ്രക്ഷോഭങ്ങൾക്കും ഈ അപമാനത്തിന്റെ വേദന ഒരു കാരണമായി. ദേശീയത എന്ന ആശയം ചൈനീസ് ജനതയുടെ മനസ്സിൽ പതിയെ വളർന്നുവന്നു. ഈ അപമാനം തന്നെയാണ് പിന്നീട് ആധുനിക ചൈനയുടെ വളർച്ചയ്ക്കൊരു പ്രചോദനമായി മാറിയതെന്നതും ചരിത്രത്തിന്റെ വിരോധാഭാസമാണ്. സാമ്രാജ്യത്വത്തിന്റെ തത്വചിന്ത, അത്യാഗ്രഹത്തിന്റെ മറുവശം. ബ്രിട്ടീഷ് സാമ്രാജ്യം ഓപ്പിയം യുദ്ധം നടത്തിയത് തങ്ങളുടെ വ്യാപാര താൽപര്യങ്ങൾ സംരക്ഷിക്കാനായിരുന്നു.
അവർക്ക് വെള്ളിക്ക് പകരമായി ഒരു ഉൽപ്പന്നം ചൈനയിലേക്ക് വിൽക്കണം എന്നുണ്ടായിരുന്നു. ആ ഉൽപ്പന്നം ഓപ്പിയമായിരുന്നു. ഒരു ജനതയുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ സാമ്പത്തിക വളർച്ച ഉറപ്പാക്കുക എന്ന ക്രൂരമായ തത്വചിന്തയാണ് ബ്രിട്ടൻ ഇവിടെ നടപ്പിലാക്കിയത്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് സ്വയം വിശേഷിപ്പിച്ച ബ്രിട്ടൻ തങ്ങളുടെ സാമ്രാജ്യത്തിൻ്റെ ഓരോ വിജയവും മറ്റൊരിടത്തെ ദുരന്തത്തിൽ നിന്നാണ് കെട്ടിപ്പടുത്തിയതെന്ന് മറന്നു. അവരുടെ കപ്പലുകൾ ലോകം ചുറ്റിയപ്പോൾ ഓരോ തുറമുഖത്തും അവർ തങ്ങളുടെ സാമ്രാജ്യത്വത്തിൻ്റെ അടയാളങ്ങൾ അവശേഷിപ്പിച്ചു. എന്നാൽ ഓപ്പിയം യുദ്ധം അവരുടെ ചരിത്രത്തിലെ ഒരു കറുത്ത പാടായി എക്കാലവും നിലനിൽക്കും. ലാഭത്തിനു വേണ്ടി മനുഷ്യന്റെ മൂല്യങ്ങളെയും ധാർമ്മികതയെയും അവർ എങ്ങനെ ചവിട്ടിമെടിച്ചു എന്നതിൻ്റെ നേർക്കാഴ്ചയാണിത്. ഈ യുദ്ധം മനുഷ്യന്റെ ധാർമ്മികതയെക്കുറിച്ചുള്ള ഒരു വലിയ ചോദ്യമുയർത്തുന്നു. ഒരു ജനതയെ മയക്കുമരുന്നിന് അടിമയാക്കി അവരെ സൈനികമായി തോൽപ്പിക്കുന്നത് ഏത് നീതിയുടെ ഭാഗമാണ്? സ്വന്തം സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഒരു രാജ്യത്തിന് എവിടം വരെ പോകാം? ഈ ചോദ്യങ്ങൾ ഇന്നും പ്രസക്തമാണ്. ആധുനിക ലോകത്ത് നടക്കുന്ന പല സംഘർഷങ്ങളിലും സാമ്പത്തിക താൽപ്പര്യങ്ങൾ എങ്ങനെയാണ് മനുഷ്യന്റെ ജീവന് മുകളിൽ വരുന്നത് എന്നതിന് ഓപ്പിയം യുദ്ധം ഒരു വലിയ ഉദാഹരണമാണ്. ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ ശക്തി അതിൻ്റെ സൈനിക ശേഷിയിലല്ല, മറിച്ച് അതിൻ്റെ ജനതയുടെ ധാർമ്മികതയിലും അവരുടെ സംസ്കാരത്തിലുമാണ് എന്ന് പഴയ ചൈനീസ് തത്വചിന്തകർ പറഞ്ഞിരുന്നു. എന്നാൽ ഓപ്പിയം യുദ്ധം ഈ തത്വചിന്തയെ ചോദ്യം ചെയ്തു. ചൈനയുടെ സംസ്കാരവും തത്വചിന്തകളും ബ്രിട്ടന്റെ ആയുധശേഷിക്ക് മുന്നിൽ തകർന്നു. പക്ഷേ ഈ തകർച്ചയിൽ നിന്നാണ് പുതിയൊരു ചൈനീസ് ജനത ഉയർത്തെഴുന്നേറ്റത്. ഈ ദുരന്തത്തിൽ ചൈനീസ് ജനത ഒരു പാഠം പഠിച്ചു. പുറം ലോകത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും തങ്ങളെ തന്നെ ആധുനികരിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത അവർ തിരിച്ചറിഞ്ഞു. ഈ അപമാനം അവരെ കൂടുതൽ ശക്തരാക്കി. തങ്ങളുടെ രാജ്യം ഇനിയും ഒരു വിദേശ ശക്തിക്ക് മുന്നിൽ തലകുനിക്കില്ലെന്ന് അവർ പ്രതിജ്ഞയെടുത്തു. ഓപ്പിയം യുദ്ധം ഒരു അവസാനമായിരുന്നില്ല, അതൊരു പുതിയ തുടക്കമായിരുന്നു. ചൈനയുടെ നൂറ്റാണ്ടിലെ അപമാനം അവസാനിക്കുന്നില്ല, പക്ഷേ ആ അപമാനത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അവർ പുതിയൊരു ഭാവിയെക്കുറിച്ച് സ്വപ്നം കണ്ടു തുടങ്ങി. ഈ സ്വപ്നങ്ങൾക്ക് തീവ്രമായ ഒരു ഊർജം നൽകിയത് ഓപ്പിയം യുദ്ധം വരുത്തിവെച്ച മുറിവുകളായിരുന്നു. മനുഷ്യന്റെ വേദന, ആസക്തി, സാമ്രാജ്യത്വത്തിന്റെ ക്രൂരത, ഈ 3 ഘടകങ്ങൾ ചേരുമ്പോൾ ഒരു ജനതയ്ക്ക് എത്രമാത്രം ദുരിതങ്ങൾ സഹിക്കേണ്ടി വരും എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഓപ്പിയം യുദ്ധം. ഇത് വെറുമൊരു ചരിത്രകഥയല്ല, ഇത് മനുഷ്യന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരാഴത്തിലുള്ള പഠനമാണ്. അധികാരമോഹവും ലാഭക്കൊതിയും മനുഷ്യനെ എവിടം വരെ എത്തിക്കുമെന്നതിൻ്റെ ഒരു ഭീകരമായ ഓർമ്മപ്പെടുത്തൽ. ഓപ്പിയം യുദ്ധം ചൈനയ്ക്കുമേൽ പതിപ്പിച്ച മുറിവുകൾ ആഴമേറിയതായിരുന്നു. ദേശീയ അപമാനത്തിൻ്റെ നൂറ്റാണ്ടുകൾ, പരമാധികാരത്തിൻ്റെ നഷ്ടം, ഒരു ജനതയുടെ ആത്മാഭിമാനം തകർത്തെറിയപ്പെട്ട അവസ്ഥ. എന്നാൽ ചരിത്രം പലപ്പോഴും അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെക്കാറുണ്ട്. ഏറ്റവും വലിയ തകർച്ചയിൽ നിന്നാണ് ഏറ്റവും വലിയ ഉയർത്തെഴുന്നേൽപ്പുകൾ ഉണ്ടായിട്ടുള്ളത്. ചൈനയുടെ കാര്യത്തിലും അത് സത്യമായിരുന്നു. ഓപ്പിയം യുദ്ധം വരുത്തിവെച്ച നാണക്കേടിൽ നിന്നാണ് ആധുനിക ചൈനയുടെ വിത്തുകൾ പാകപ്പെട്ടത്. ക്വിങ് രാജവംശം ഓപ്പിയം യുദ്ധത്തോടെ തങ്ങളുടെ ശക്തിയും വിശ്വാസ്യതയും പൂർണ്ണമായി നഷ്ടപ്പെടുത്തി. ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞു. പാശ്ചാത്യ ശക്തികൾ ചൈനയെ പല സ്വാധീന മേഖലകളായി വിഭജിച്ച് കൊള്ളയടിച്ചു. ചൈന ഒരു പാവരാജ്യമായി മാറി. എന്നാൽ ഈ ദുരന്തം ചൈനീസ് ജനതയുടെ മനസ്സിൽ ഒരു പുതിയ ചിന്തയ്ക്ക് തിരികൊളുത്തി. തങ്ങൾക്കൊരു മാറ്റം ആവശ്യമാണ്. ആധുനിക ലോകത്തിനൊപ്പം സഞ്ചരിക്കേണ്ടതുണ്ട്. ചൈനീസ് ബുദ്ധിജീവികളും പരിഷ്കർത്താക്കളും ഈ ദുരന്തത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടു. പാശ്ചാത്യ ശക്തികളുടെ സാങ്കേതിക വിദ്യയും ഭരണരീതികളും സൈനിക ശക്തിയും തങ്ങൾക്ക് ആവശ്യമാണെന്നവർ തിരിച്ചറിഞ്ഞു. സ്വയം ശക്തിപ്പെടുത്തൽ പ്രസ്ഥാനം പോലുള്ള പരിഷ്കരണ ശ്രമങ്ങൾ ആരംഭിച്ചു. പുതിയ വ്യവസായങ്ങൾ സ്ഥാപിച്ചു. ആധുനിക ആയുധങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് സൈനിക പരിശീലനം നൽകാൻ തുടങ്ങി. യുവാക്കളെ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പഠിക്കാനായി അയച്ചു. ചൈനയുടെ വാതിലുകൾ പതിയെ പുറം ലോകത്തിനായി തുറന്നു. ഈ പരിഷ്കരണ ശ്രമങ്ങൾ പൂർണ്ണമായും വിജയകരമായിരുന്നില്ല. ക്വിങ് രാജവംശത്തിന്റെ പിടിപുഴക്കേടും യാഥാസ്ഥിതിക നിലപാടുകളും പല പരിഷ്കാരങ്ങൾക്കും തടസ്സമായി. എന്നാൽ ഇതൊരു തുടക്കമായിരുന്നു. ചൈനയെ ആധുനികവൽക്കരിക്കുക എന്ന ആശയം ചൈനീസ് ജനതയുടെ മനസ്സിൽ ഉറച്ചു. നഷ്ടപ്പെട്ട അഭിമാനം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യം അവരെ മുന്നോട്ട് നയിച്ചു. വർഷങ്ങൾ കടന്നുപോയി. ചൈനീസ് ജനതയുടെ മനസ്സിൽ ഓപ്പിയം യുദ്ധത്തിന്റെ മുറിവുകൾ ഉണങ്ങിയിരുന്നില്ല. അതൊരു കനൽ പോലെ എരിഞ്ഞുകൊണ്ടിരുന്നു. ഈ കനലിൽ നിന്നാണ് പിന്നീട് ദേശീയ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിച്ചത്. 1911 ക്വിങ് രാജവംശത്തിനെതിരെ സിൻഹായ് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു.
ചൈനയിലെ ആയിരക്കണക്കിന് വർഷം നീണ്ടുനിന്ന സാമ്രാജ്യത്വ ഭരണം അവസാനിച്ചു. ചൈന ഒരു റിപ്പബ്ലിക്കായി മാറി. സൻ യാറ്റ്സൻ, ചിയാങ് കൈ ഷെക്, മാവോ സെതോങ് തുടങ്ങിയ നേതാക്കൾ ചൈനീസ് രാഷ്ട്രീയ രംഗത്ത് നിർണായക ശക്തികളായി മാറി. ഈ നേതാക്കളുടെയെല്ലാം മനസ്സിൽ ഓപ്പിയം യുദ്ധം വരുത്തിവെച്ച അപമാനത്തിന്റെ ഓർമ്മകൾ മായാതെ നിന്നു. ചൈനയെ വീണ്ടും ഒരു ശക്തമായ രാഷ്ട്രമാക്കുക എന്നതായിരുന്നു അവരുടെ എല്ലാം ലക്ഷ്യം. മാവോ സെതോങ്ങിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരം പിടിച്ചടക്കിയതോടെ ആധുനിക ചൈനയുടെ ഒരു പുതിയ അധ്യായം ആരംഭിച്ചു. ഓപ്പിയത്തിന്റെ വേരറുക്കാൻ അവർ കർശന നടപടികൾ സ്വീകരിച്ചു. കള്ളക്കടത്തുകാരെയും ഓപ്പിയം ഉപയോഗിക്കുന്നവരെയും ക്രൂരമായി ശിക്ഷിച്ചു. പതിയെ പതിയെ ചൈനയുടെ മണ്ണിൽ നിന്ന് ഓപ്പിയം എന്ന ദുർഭൂതം അപ്രത്യക്ഷമായി. തകർന്നടിഞ്ഞ ഒരു ജനതയ്ക്ക് മാവോ ഒരു പുതിയ പ്രതീക്ഷ നൽകി. ഇന്ന് ചൈന ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായി വളർന്നു. ശാസ്ത്ര സാങ്കേതിക രംഗത്തും ബഹിരാകാശ ഗവേഷണ രംഗത്തും അവർ വലിയ നേട്ടങ്ങൾ കൈവരിച്ചു. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ചൈനയ്ക്കൊരു വലിയ സ്വാധീനമുണ്ട്. ഒരിക്കൽ അപമാനിക്കപ്പെട്ട ഒരു രാജ്യം ലോകത്തിന്റെ നെറുകയിലേക്ക് കുതിച്ചുകയറുന്ന കാഴ്ച. ഓപ്പിയം യുദ്ധം ചൈനയുടെ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായിരിക്കാം. എന്നാൽ ആ കറുത്ത അധ്യായം തന്നെയാണ് അവരെ പുതിയൊരു പാതയിലേക്ക് നയിച്ചത്. ആ അപമാനം അവരെ കൂടുതൽ ശക്തരാക്കി. തങ്ങളുടെ രാജ്യം ഇനിയും ഒരു വിദേശ ശക്തിക്ക് മുന്നിൽ തലകുനിക്കില്ലെന്ന് അവർ പ്രതിജ്ഞയെടുത്തു. ആ പ്രതിജ്ഞയാണ് അവരെ മുന്നോട്ട് നയിച്ചത്. ഈ ദുരന്തം ഒരു രാജ്യത്തിന്റെ നേറ്റിയ ഓർമ്മയിൽ മായാതെ നിന്നു. നൂറ്റാണ്ടിന്റെ അപമാനം എന്നത് വെറുമൊരു ചരിത്രപദമായിരുന്നില്ല. അത് ചൈനീസ് ജനതയുടെ ഓരോരുത്തരുടെയും മനസ്സിൽ എരിഞ്ഞുകൊണ്ടിരുന്ന ഒരു കനലായിരുന്നു. ഈ കനലിൽ നിന്നാണ് ആധുനിക ചൈനയുടെ ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റത്. 1897 ഹോങ്കോങ്ങിനെ ബ്രിട്ടൻ ചൈനയ്ക്ക് തിരികെ കൈമാറിയപ്പോൾ അത് ചൈനയുടെ ഒരു വലിയ വിജയമായിരുന്നു. ഓപ്പിയം യുദ്ധത്തിലൂടെ നഷ്ടപ്പെട്ട മാനം അവർക്ക് തിരികെ ലഭിച്ചു. ഇത് വെറുമൊരു ഭൂപ്രദേശത്തിന്റെ കൈമാറ്റമായിരുന്നില്ല. ഇത് ചരിത്രത്തിന്റെ ഒരു കണക്ക് തീർക്കലായിരുന്നു. നഷ്ടപ്പെട്ട അഭിമാനം വീണ്ടെടുത്തതിന്റെ ഒരു പ്രതീകാത്മക നിമിഷം. ഓപ്പിയം യുദ്ധം ഒരു ദുരന്തമായിരുന്നെങ്കിലും അത് ചൈനയ്ക്കൊരു വലിയ പാഠം നൽകി. ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോൾ സ്വന്തം അതിരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്നത് അപകടകരമാണെന്നവർ മനസ്സിലാക്കി. സാങ്കേതികവിദ്യയുടെയും സൈനിക ശക്തിയുടെയും പ്രാധാന്യം അവർ തിരിച്ചറിഞ്ഞു. ഈ കഥ വെറും ചൈനയുടെയോ ബ്രിട്ടന്റെയോ മാത്രമല്ല. ഇത് മനുഷ്യന്റെ അത്യാഗ്രഹത്തിന്റെ, അധികാരമോഹത്തിന്റെ, അതിജീവനത്തിന്റെ കഥയാണ്. ഒരു മയക്കുമരുന്ന് എങ്ങനെയാണ് ഒരു ജനതയുടെ ഭാവിയെ മാറ്റിമറിച്ചത് എന്നീ കഥ നമ്മളെ പഠിപ്പിക്കുന്നു. ഓപ്പിയം യുദ്ധം വെറുമൊരു ഭൂതകാലത്തിന്റെ കഥയല്ല. അത് ഇന്നും നമ്മുടെ ലോകത്ത് പ്രതിധ്വനിക്കുന്നുണ്ട്. ആധുനിക ലോകത്ത് നടക്കുന്ന മയക്കുമരുന്ന് യുദ്ധങ്ങൾ, സാമ്പത്തിക അധിനിവേശങ്ങൾ, അധികാര രാഷ്ട്രീയം ഇവയെല്ലാം ഓപ്പിയം യുദ്ധത്തിന്റെ മറ്റൊരു രൂപമാണ്. ഒരു സാമ്രാജ്യത്തിന്റെ അഹങ്കാരവും ഒരു ജനതയുടെ വേദനയും ഒരു മയക്കുമരുന്നിന്റെ കറുത്ത പുകയും ഈ കഥയിലെല്ലാം ഇഴചേർന്നിരുന്നു. ഓപ്പിയം യുദ്ധം വെറുമൊരു ചരിത്ര സംഭവമായിരുന്നില്ല. അത് മനുഷ്യന്റെ ആത്മാവിനെ തുളച്ചുകയറിയ ഒരു ചോദ്യമായിരുന്നു. അധികാരത്തിന്റെ മോഹം, അത്യാഗ്രഹം ഇവയെല്ലാം ഒരു ജനതയുടെ ഭാവിയെ എങ്ങനെ മാറ്റിമറിക്കും എന്നതിന്റെ ക്രൂരമായ ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. ചൈനയെ തകർക്കാൻ ബ്രിട്ടൻ ഉപയോഗിച്ചത് വെറുമൊരു മയക്കുമരുന്നായിരുന്നില്ല. അത് ലാഭത്തിനു വേണ്ടി മനുഷ്യന്റെ ധാർമ്മികതയെ ചവിട്ടിമെതിക്കാനുള്ള ഒരു ആയുധമായിരുന്നു. ആ ആയുധത്തിന്റെ മുറിവുകൾ ചൈനയുടെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞുപോകാൻ നൂറ്റാണ്ടുകൾ വേണ്ടിവന്നു. പക്ഷേ ആ മുറിവുകൾ തന്നെയാണ് അവരെ കൂടുതൽ കരുത്തരാക്കിയത്. നാണക്കേടിൽ നിന്നവർ ശക്തി സംഭരിച്ചു. തകർച്ചയിൽ നിന്നവർ ഉയർത്തെഴുന്നേറ്റു. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ചരിത്രം ആവർത്തിക്കപ്പെടാം എന്നതാണ്. ഇന്ന് യുദ്ധത്തിന്റെ രൂപം മാറിയിരിക്കാം, മരുന്നിന്റെ പേര് മാറിയിരിക്കാം. പക്ഷേ മനുഷ്യന്റെ മോഹങ്ങളും അത്യാഗ്രഹങ്ങളും അധികാരത്തോടുള്ള ആർത്തിയും ഇന്നും അതേപോലെ നിലനിൽക്കുന്നു. സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാൻ മടിക്കാത്ത മനസ്സ് അതിന്നും നമുക്ക് ചുറ്റുമുണ്ട്. ഓപ്പിയം യുദ്ധം അവസാനിച്ചുവെന്ന് നാം വിശ്വസിക്കുന്നു. എന്നാൽ അതിൻ്റെ നിഴലുകൾ ഇന്നും ലോകത്തെവിടെയൊക്കെയോ തങ്ങി നിൽക്കുന്നുണ്ട്. അധികാരത്തിൻ്റെ കളി നിർത്താൻ മനുഷ്യൻ തയ്യാറാകുന്നില്ലെങ്കിൽ നാളെ മറ്റൊരു ജനത മറ്റൊരു രാജ്യത്തിൻ്റെ കണ്ണുനീരിൽ നിന്നായിരിക്കും പുതിയ സാമ്രാജ്യങ്ങൾ ഉയരുന്നത്. ചരിത്രമൊരു കണ്ണാടിയാണ്. അതിൽ നമ്മുടെ ഭാവിയുടെ ഭീകരമായ രൂപം പ്രതിഫലിക്കുന്നത് കാണാം. ഈ കഥ കേട്ടുകഴിഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചുറ്റും നോക്കുക. ഇപ്പോഴും നിശബ്ദമാണോ നിങ്ങളുടെ മുറി? പക്ഷേ ലോകത്തിൻ്റെ വലിയ സാമ്രാജ്യങ്ങൾ തകർന്നതിൻ്റെ ശബ്ദം ഇപ്പോഴും നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങുന്നില്ലേ? ഇന്ന് യുദ്ധം മാറി, മരുന്ന് മാറി, പക്ഷേ മനുഷ്യൻ്റെ മോഹം മാത്രം ഇന്നും അതേപോലെ